ദിനംപ്രതി നിരവധി സഞ്ചാരികളെത്തുന്ന വാഗമണ്ണിന്റെ ടൂറിസം വികസനത്തിൽ പുതിയൊരു ചുവടുവയ്പ്പാണ് ഹെലികോപ്റ്റർ സവാരി തുടങ്ങുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വാഗമൺ DTPC അഡ്വഞ്ചർ പാർക്ക് കവാടത്തിനുള്ളിൽ സ്ഥലം കണ്ടെത്തി പരിശോധന തുടങ്ങി. ഭൂമിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് മുമ്പാകെ ഉടൻ സമർപ്പിക്കുമെന്ന് MLA വായൂർ സോമൻ പറഞ്ഞു. അനുമതി കിട്ടിയാൽ തേക്കടി, മൂന്നാർ, അതേപോലെ തന്നെ വാഗമൺ ഈ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുവാൻ ചില സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനുള്ള ഏർപ്പാടുകൾ നടന്നുവരുന്നു. ഏവിയേഷൻ ലൈസൻസ് ഉള്ള സ്വകാര്യ കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കയാക്കിംഗ്, പാരാഗ്ലൈഡിംഗ്, ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയ നിരവധി സാഹസിക വിനോദ ഇനങ്ങൾ ഇപ്പോൾ വാഗമണ്ണിലുണ്ട്. ഇവയിലെല്ലാം സഞ്ചാരികളുടെ നല്ല തിരക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതി വിജയകരമാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളെ കൂട്ടിയിണക്കാനും കഴിയുന്നതാണ് ഹെലികോപ്റ്റർ പദ്ധതി. മാതൃഭൂമി ന്യൂസ്, കുമളി. ലാൽകൃഷ്ണൻ ചേരുന്നു. ലാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരുപാട് അഡ്വഞ്ചർ ടൂറിസത്തെ നമ്മുടെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പാക്കേജ് കണ്ടതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ പാരാസൈക്ലിംഗ് തുടങ്ങി ഒരുപാട് അഡ്വഞ്ചർ ടൂറിസം ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും. ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ, അത് നമ്മൾ ഒരു ഹെലികോപ്റ്റർ സവാരി നമ്മൾ ഈ വീഡിയോസിലൊക്കെ, അതായത് വിദേശ രാജ്യങ്ങളിലെ വീഡിയോസൊക്കെ പലതും കാണുമ്പോഴും വിചാരിക്കും നമ്മുടെ നാട്ടിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ. ഈ അഡ്വഞ്ചർ ടൂറിസത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് അതൊരു വലിയ സഹായവും അല്ലെങ്കിൽ തന്നെ അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റിന് ഒരു പരിഹാരമാവുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഏതുവരെ ആയില്ല ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ എന്ന് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? ഞാൻ 2014 മുതൽ 2018 വരെ ഇടുക്കി റിപ്പോർട്ടറായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് രസകരമായി തോന്നിയൊരു സംഭവമുണ്ട്. നമ്മളെ ഓഫീസിൽ നിന്ന് പലപ്പോഴും വിളിക്കുമ്പോൾ നമ്മൾ ഹൈ റേഞ്ചിലായിരുന്നു റിപ്പോർട്ട്. അപ്പോൾ ഒരു ദിവസം വിളിക്കുമ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന മറുപടി തേക്കടിയില, ഷൂട്ടില്ല എന്നായിരിക്കും. പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ പറയും വാഗമണില്ല, ഒരു ഷൂട്ടില്ല എന്ന് പറയും. പിന്നെ ചോദിക്കുമ്പോൾ പറയും മൂന്നാറില, ഒരു ഷൂട്ടിലാന്ന് പറയും. രാമക്കൽമേള ഷൂട്ടിലാന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കേൾക്കുന്ന ആൾ വിചാരിക്കുന്നത് എല്ലാ ദിവസവും കറങ്ങി നടക്കുക, വാഗമൺ, രാമക്കൽമേട്, തേക്കടി, മൂന്നാർ സുഖമല്ലേ എന്നിങ്ങനെ ചിന്തിക്കുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷെ അതൊരു ടൂറിസം സർക്യൂട്ടാണ് സത്യത്തിൽ. പിന്നീട് നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഏറ്റവും രസകരമായ സംഭവം എന്ന് തോന്നും. അപ്പോൾ വാഗമണൊക്കെ നമ്മൾ വീക്കിലി വൺസെങ്കിലും പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ആ സമയത്ത് 2014 പോകുമ്പം കുറേ മുട്ടക്കുന്നുകളല്ലാതെ വാഗമണിൻ്റെ സൗന്ദര്യത്തിന് കുറേ മൂടൽ മഞ്ഞുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്താണ് ഈ അഡ്വഞ്ചർ ടൂറിസം 2018 അവസാനത്തോടു കൂടിയൊക്കെയാണെന്ന് തോന്നുന്നു ഈ അഡ്വഞ്ചർ ടൂറിസത്തിന് കുറേ കൂടി സാധ്യതകൾ അവിടെ വന്നത്. കുറേ കൂടി അഡ്വഞ്ചർ വർക്കുകളും അവിടെ വന്നത് ആ സമയത്താണ്. DTPC ആണ് അതിന് നേതൃത്വം നൽകിയത്. പക്ഷെ അത് വീണ്ടും വളർന്ന് അതിൻ്റെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഈ 3 സർക്കിളുകളെ ബന്ധിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ ഈ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. നമ്മൾ 1 മണിക്കൂറാണ് കൊച്ചിയിൽ റൈഡ് എടുക്കുക. അതിൻ്റെ റേറ്റിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നിരുന്നാൽ പോലും അത് കാണാൻ വളരെ ഭംഗിയാണ്. നമ്മൾ ഹൈ ആംഗിളിൽ നിന്ന് നമ്മുടെ ഭൂമി ഒരു ഹെലികോപ്റ്റർ ഷോട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നാറുണ്ട്. ഹെലിക്യാമിലൊരു ഷൂട്ടോ മറ്റു കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ടൂറിസം കേന്ദ്രങ്ങൾ കാണുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും എന്നുള്ളത് ആസ്വദിക്കാൻ തന്നെ നല്ല രസമായിരിക്കും. പാരാഗ്ലൈഡിംഗ് ഒക്കെ നടക്കുന്ന സമയത്താണ് സത്യത്തിലുള്ളിൽ പേടിയുണ്ടെങ്കിലും ഇടയ്ക്കൊരു ധൈര്യം സംഭരിച്ച് താഴേക്ക് നോക്കുമ്പോഴാണ് ഈ പ്രകൃതി എത്ര സുന്ദരമാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇത് എത്രത്തോളം കൗതുകം നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നാറുള്ളത്. അത്തരത്തിലുള്ള ഒരു സർക്യൂട്ടിനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു പ്രദേശമാണ് ഈ വാഗമണും തേക്കടിയൊക്കെ. പിന്നെ സാങ്കേതികമായ കുറേ പ്രശ്നങ്ങളുണ്ട്. റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ കാടമം റിസർവാണ്, ഹില്ലേരിയാണ്, കാറ്റിൻ്റെ ശക്തി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമെന്നുള്ളത് സാങ്കേതികമായ കുറേ വിഷയങ്ങളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കേരളത്തിൻ്റെ തന്നെ പ്രമുഖ ടൂറിസം സർക്യൂട്ടുകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഈ പറഞ്ഞ 3 ഇത് മാത്രമല്ല വാഗമണ്ണ്, തേക്കടി, മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് രാമക്കൽമേട് അടക്കമുള്ള സ്ഥലങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്കും ഇതിനുള്ള സാധ്യതകൾ കൂടി കണ്ടെത്തുകയാണെങ്കിൽ അത് കൂടുതൽ മെച്ചം വരും. മാത്രമല്ല നമുക്ക് ഈ ബൈ റോഡ് പോവുകയാണെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം കൂടുതൽ വേണ്ടി വരുന്ന യാത്രയ്ക്ക് ഒരു ഹെലികോപ്റ്റർ സർക്യൂട്ടിൻ്റെ സഹായത്തോടു കൂടി മേ ബി നമുക്ക് അവിടെ ലാൻഡ് ചെയ്ത് ബാക്കിയുള്ള കലാപരിപാടികളിലേക്ക് അല്ലെങ്കിൽ വിനോദങ്ങളിലേക്കൊക്കെ പോകാനുള്ളൊരു അവസരം കൂടി ലഭിക്കുകയാണെങ്കിൽ അത് ഈ നാട്ടിലെ ടൂറിസത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു പദ്ധതിയായി മാറുമായിരിക്കും.